ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ പ്രധാന ഘടകകക്ഷിയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ കേരള കോൺഗ്രസ് എം. ഒരു ഘട്ടത്തിൽ CPI ആണോ കേരള കോൺഗ്രസ് എം ആണോ വലുത് എന്ന തരത്തിൽ പോലും ചർച്ചകളൊക്കെ ഇടതുമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഫലം കഴിയുമ്പം കേരളത്തിൽ കേരള കോൺഗ്രസ് എം ഒന്നുമില്ലാത്ത പാർട്ടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനെ അതിജീവിച്ചേ പറ്റൂ. ഇതിനെ അതിജീവിക്കേണ്ട കേരള കോൺഗ്രസ് എന്തുകൊണ്ടാണ് തോറ്റതെന്ന് കാരണം കണ്ടെത്തിയിരിക്കുന്നത്. അതിന് അവർ പറയുന്നത് പിണറായി വിജയനാണ് തോൽവിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നു. അത് പിണറായിസത്തിനെതിരെ ആദ്യമായിട്ടൊരു ഘടകകക്ഷി ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് എം തന്നെയാവും. കാരണം CPI പോലും വിമർശിക്കാൻ അത്രയും കൂടെ നിൽക്കുന്ന അവർ പോലും അത്ര വിമർശിക്കാൻ തയ്യാറാകാത്തടത്ത് കേരള കോൺഗ്രസ് എം അതിന് തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ആ ഒരു പ്രതികരണം മുന്നണി വിടുന്നതിനുള്ള ഒരു സൂചനയാണോ ആണ് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ട് CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ അടുത്തുപോലും എത്തുന്നില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റിയെന്ന രീതിയിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ വിമർശനം. ഇത് ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിലാണ്. ജോസ് കെ മാണി അതിനെ എതിർത്തെന്നോ അത് ശരിയല്ലെന്നോ പറഞ്ഞോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളെല്ലാം പാർട്ടി ഉൾക്കൊള്ളുന്നു എന്ന് വേണം കരുതാൻ. കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങനെയായിരിക്കും എന്നാണ് കരുതുന്നത്? CPM-നെ വിമർശിച്ചത് കൊണ്ട് തന്നെ അതിലുള്ള ബാക്കിയുള്ള അല്ലെങ്കിൽ CPM പ്രവർത്തകരോ മറ്റുള്ളവരൊന്നും തന്നെ ഇനി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും ഈ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് അടുത്ത പ്രതികരണങ്ങളെത്താം. അതൊരു പക്ഷേ കൂടുതൽ ശക്തമായ വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. പിന്നീട് അതൊരു ഒരു പൊട്ടിത്തെറി സ്വയം കേരള കോൺഗ്രസ് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വരെ സാധ്യതയുണ്ടെന്ന് തോന്നുന്നത്. അതായത് ഇടതുമുന്നണിയിൽ നിന്ന് അവർക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. സഭാ നേതൃത്വം ഇടപെട്ട് അവരെ UDF-ൽ എത്തിക്കാൻ നീക്കം നടത്തിയിരുന്നു. അവർക്ക് 12 സീറ്റ് വരെ UDF കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് അനുകൂലമായിരുന്നു. പക്ഷേ മന്ത്രി റോഷി അഗസ്റ്റിനാണ് അത് പറ്റൂല എന്നുള്ള സ്റ്റാൻഡ് എടുത്തത്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ തോറ്റതോടെ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസിൽ എമ്മിൽ ഒന്നും അല്ലാതായിരിക്കുക. പ്രത്യേകിച്ച് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉണ്ടായ വിവാദങ്ങളെല്ലാം ജോസ് കെ മാണിയുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. അപ്പം ജോസ് കെ മാണിയെ തോൽപ്പിക്കുകയും റോഷി അഗസ്റ്റിൻ സ്വയം തോൽക്കുകയും ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് തോറ്റു നിൽക്കുകയാണെങ്കിൽ പോലും ഉയർന്നു നിൽക്കുന്നത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഒരു കരുത്ത് തന്നെയല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് എം ഈ കേരള കോൺഗ്രസ് തന്നെ ഇനിയൊരു പിളർപ്പിന് സാധ്യത വേണമെങ്കിൽ പറഞ്ഞുകൂടാ. പക്ഷേ അവർക്ക് വേറെ അംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിളർന്നു പോയാലും അത് രാഷ്ട്രീയത്തെ സ്വാധീനിക്കത്തില്ല. ഇപ്പോൾ ഒരു 5 പേരുള്ള ഒരു MLA-മാരുള്ള പാർട്ടിയിലാണ് 2-3 വന്നതിൻ്റെ ഒരു പിളർപ്പെന്ന് പറയാം. ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ പക്ഷേ പിണറായിയുടെ വിശ്വസ്തൻ എന്നുള്ള രീതിയിലാണ് റോഷി അഗസ്റ്റിനെ പൊതുവെ ഒന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ റോഷി അഗസ്റ്റിൻ അങ്ങനെ പിളർന്നു പോയാൽ അദ്ദേഹം MLA പോലും അല്ല. കോവൂർ കുഞ്ഞുമോൻ്റെ അവസ്ഥ വരും. കുന്നത്തുനാടിൽ കോവൂർ കുഞ്ഞുമോൻ ഇങ്ങനെ RSP പിളർന്നപ്പോൾ RSP ഇടതുമുന്നണിയായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പം കോവൂർ കുഞ്ഞുമോൻ RSPക്കൊപ്പം നിൽക്കാതെ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ഏക നേതാവായിരുന്നു. പക്ഷേ ഇപ്പം കോവൂർ കുഞ്ഞുമോൻ കരയാണ്, എൻ്റെ കാറും പോയി, MLA സ്ഥാനവും പോയി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ജോസ് കെ മാണിക്ക് മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഈ തോറ്റെങ്കിലും പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും ഭാവിയിൽ കാര്യം ഇപ്പോൾ PJ ജോസഫിൻ്റെ മകൻ അബു അദ്ദേഹം പോലും മന്ത്രിയാവുമെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞൊരു പരാമർശം തിരുത്തുകയും ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ UDF-ലേക്ക് വരാമെന്ന് PJ ജോസഫിൻ്റെ വിഭാഗം തന്നെ സ്വാഗതം ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഈ ഇടതുമുന്നണി വിട്ടുകഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് ഏറ്റവും വലിയൊരു വാതിൽ തുറന്നിരുന്നത് സ്വാഭാവികമായിട്ടും BJP ആകാം. അപ്പോൾ അത്തരമൊരു അവസരം തടയുക എന്നുള്ളൊരു നീക്കം കൂടി UDF-ന്റെ ആ ഒരു നീക്കത്തിൽ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ ക്രൈസ്തവ വോട്ടുകളെല്ലാം UDF-നെ തുണച്ച സാഹചര്യത്തിൽ ഇവർ BJP അവിടെ ചെറുതായിട്ട് ശക്തിയും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ ഒരു സാമാന്യ നല്ല വോട്ട് ബാങ്ക് ഈ മേഖലയിൽ അവർക്കുണ്ട്. ഈ വോട്ട് ബാങ്ക് BJP-യിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ കോൺഗ്രസ് സ്വീകരിക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയ നേട്ടമാകും. കാരണം തങ്ങളുടെ ക്രൈസ്തവ വിഭാഗം തങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കേരള കോൺഗ്രസിനെ ആ രീതിയിൽ അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. കാര്യം 2020 എന്ന് പറയുന്ന പാർട്ടി BJP-യിലേക്ക് വന്നപ്പോൾ തന്നെ ക്രൈസ്തവരുടെ പിന്തുണ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 2020 എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലുണ്ടായ പാർട്ടിയാണ്. അതായത് സഭ പറഞ്ഞിട്ടുണ്ടായ പാർട്ടി അല്ല, പ്രാദേശിക വികാരത്തിന്. അപ്പോൾ അവർക്ക് ഈ കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല ഒരു ഘട്ടത്തിൽ. പക്ഷേ ഈ മാണി ഗ്രൂപ്പിന് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലൊക്കെ നല്ല വോട്ട് ബേസ് ഉണ്ട്. അത് BJP പിടിക്കാൻ ശ്രമിക്കുക. അതിനൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഇപ്പോഴും രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം 2024-ലാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി അദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ തന്നെ ഈ രാജ്യസഭ കാലാവധിയുണ്ട്.
രാജ്യസഭാംഗമായ ജോസ് കെ മാണി കൂറുമാറിയാൽ BJP-യിലേക്ക് മാറിയാൽ ഉറപ്പായിട്ട് നല്ലൊരു വകുപ്പുള്ള കേന്ദ്രമന്ത്രി പോലും ആവാം. അത് കേന്ദ്രമന്ത്രി ആക്കുമവര്. ഇപ്പം നേരത്തെ തന്നെ ഈ കെ മാണി ഉള്ളപ്പോൾ തന്നെ കേരള കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും BJP-യോട് അടുപ്പിക്കാൻ പല ശ്രമങ്ങളും BJP നടത്തിയിരുന്നു. അപ്പം അതിനൊക്കെ തടസ്സമായത് കേരള നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യവും മറ്റുമായിരുന്നു. പക്ഷേ അത് ഇല്ല, ഇപ്പം അങ്ങനെ പ്രാതിനിധ്യം ഇല്ല. വേറെ രാഷ്ട്രീയമായ ആരോടും ജോസ് കെ മാണിക്ക് ചോദിക്കേണ്ട സാഹചര്യമല്ല. ചെയർമാനാണ്. രാജ്യസഭാ അംഗം എന്ന നിലയിൽ കേരളത്തിലിപ്പം BJP-ക്ക് തൊട്ടുകൂടായ്മ ഇല്ലാതാകുന്നു. പിന്നെ തിരുവല്ലയിൽ BJP ജയിച്ചില്ലെങ്കിലും ഒരു ജയത്തോടെ അടുപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. പാലയിൽ ഷോൺ ജോർജിൻ്റെ പ്രകടനം ഇതൊക്കെ വെച്ച് നോക്കുമ്പം ജോസ് കെ മാണി BJP തിരഞ്ഞെടുക്കും എന്നൊരു ആശങ്ക കോൺഗ്രസിൽ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും കാണും. കാരണം കോട്ടയം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന ഒരു ലേബൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. എങ്കിലും അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ അത്തരം ഒരു ശക്തി കേന്ദ്രം BJP-യിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മുഖ്യ ശത്രു BJP ആണ്. അപ്പോൾ അത്തരം ഒരു മുന്നേറ്റം തടയുക എന്നുള്ള അവരെ സംബന്ധിച്ച് അത് അവരുടെ നിലനിൽപ്പിൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ജോസഫ് ഗ്രൂപ്പ് ജോസ് കെ മാണിയെ ഇങ്ങോട്ട് ഏറ്റെടുക്കാം, കോൺഗ്രസിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരം ആയിരിക്കില്ല അങ്ങനെ ഒരു. തീർച്ചയായും. ഇല്ലെങ്കിൽ പിന്നെ അവരെ ഒരു ഘടകകക്ഷിക്ക് അങ്ങനെ ഒരു സ്വയം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒന്നുമില്ലാത്ത പാർട്ടിയാണ് ജോസ് കെ മാണി. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ UDF-ന് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷെ അവർ വേണ്ടാന്ന് വയ്ക്കുന്നില്ല. മാത്രമല്ല അവർക്ക് ഒരു പക്ഷേ ഇനിയും ശക്തി തെളിയിക്കാനുള്ളൊരു അവസരം ലഭിച്ചാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അവരെയും അവരുടെ സ്ഥാനാർത്ഥികളെയും ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അവർ മാറി UDF-ലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ജനവികാരം അവരിലേക്ക് അത്ര പ്രതിഫലിക്കുമെന്ന് കരുതുന്നില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇപ്പം തോമസ് ചാഴിക്കാടൻ MP ആയിരുന്നു. MP-യെ വേദിയിലിരുത്തിയാണ് പിണറായി വിജയൻ അദ്ദേഹം വളരെ ന്യായമായ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ശാസിച്ചത്. വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ശാസനയ്ക്ക് സമാനമായിരുന്നു ആ ശാസന. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിലായിരുന്നു. പാച്ച് ചെയ്തിട്ട് അവിടെ തന്നെ നിന്നു. അതിന്റെ ഫലമല്ലേ ഈ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തോറ്റുപോയി. അതെ, അന്ന് അതിനുശേഷം ഇവർക്കുള്ളിൽ തന്നെ ഒരു അമർഷം ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. കാരണം പിണറായി എന്നൊരു ഏക നേതാവ് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ശബ്ദിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ അന്ന് കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ തൊട്ട് മുന്നോടിയൊക്കെ ആയതിനാലാവാം അവരത് കൂടുതൽ വിവാദമാക്കാതെ അതങ്ങ് ഒതുക്കി തീർത്തു എന്ന് പറയാം. ഒരുപക്ഷെ ആ സംഭവങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു അമർഷമാകാം ഇപ്പോൾ അവർ ഒരു വിമർശനത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ തുറന്നടിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 സുവർണ അവസരങ്ങൾ ഇടതുമുന്നണി വിട്ടുപോകാൻ ജോസ് കെ മാണിക്ക് കിട്ടിയിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിമർശനം. അന്ന് ആ വിമർശനം വലിയ ചർച്ചയായതുമാണ്. പിന്നെ ജോസ് കെ മാണി റോഷി അഗസ്റ്റിനൊക്കെ ഇടപെട്ട് അത് തണുപ്പിച്ചു. അന്ന് മുന്നണി മാറിയിരുന്നെങ്കിൽ തീർച്ചയായും കോട്ടയം സീറ്റ് UDF റോഷി അവർക്ക് തന്നെ കൊടുക്കുമായിരുന്നു. മാത്രമല്ല ചാഴിക്കാടിന് തന്നെ കൊടുക്കുമായിരുന്നു. ചാഴിക്കാടിന് വീണ്ടും MP ആയി തുടരാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതേപോലത്തുള്ള വിവാദം ഉണ്ടായതാണ്. ഈ വിവാദമല്ല, അത് UDF-ന്റെ ക്ഷണവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായപ്പം പിണറായി വിജയൻ വീണ്ടും റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് അത് തടയിട്ടു. അങ്ങനെ ആ രണ്ടാമത്തെ അവസരവും വേണമെങ്കിൽ നന്നായി തന്നെ ഉപയോഗിച്ച് UDF-ലോട്ട് മാറാമായിരുന്നു. ഇത് ഉപയോഗിക്കാത്തതിൻ്റെ ഫലമല്ല ഇപ്പം ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മോ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ നവകേരള സദസ്സിൽ വിമർശനം എന്ന് തന്നെ പറയുന്നത് തോമസ് ചാഴിക്കാടൻ അവിടെ ഉന്നയിച്ചത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റബ്ബർ വിലയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം അവിടെ ഒരു പരാമർശം നടത്തിയത്. അത് പരാതിക്കുള്ള വേദിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒതുക്കിയത് പിണറായി ആയിരുന്നു. അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം പറയാത്തൊരു ജനനേതാവിനെ അല്ലെങ്കിൽ അതിന് വലിയ വില കൽപ്പിക്കാത്ത ഒരു പാർട്ടിയിലേക്ക് തങ്ങളെ നീ എന്തിനു പിന്തുണയ്ക്കുന്നെന്ന് ജനം സ്വാഭാവികമായി ചിന്തിച്ചിട്ടുണ്ടാകും. UDF പോയിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ സീറ്റും കിട്ടിയാൽ മെച്ചപ്പെട്ട വിജയവും കിട്ടിയാൽ. ഇപ്പം ഒരുപക്ഷെ ജോസഫിനേക്കാൾ പരിഗണന കൊടുത്ത് ജോസഫിന് ഇപ്പം 8 സീറ്റ് കൊടുത്തിരുന്നു. ജോസ് കെ മാണി വന്നിരുന്നെങ്കിൽ ജോസഫിന് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണം പോലും കുറയുമായിരുന്നു. ഇവർക്ക് കൂടുതൽ സീറ്റും കിട്ടുമായിരുന്നു. ഒരുപക്ഷെ MLA-മാരും ഉണ്ടാവുമായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ തോൽവി, റാന്നിയിലെ തോൽവി ഇങ്ങനെയുള്ളതെന്ന് തന്നെ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു. കാഞ്ഞിരപ്പള്ളിയൊക്കെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ എന്നും കരുത്തുറ്റൊരു കോട്ടയായിരുന്നു. അതൊക്കെ തോൽക്കുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തോൽപ്പിച്ചത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ജോസ് കെ മാണിക്ക് മുമ്പിൽ കേന്ദ്രമന്ത്രിയാകാനുള്ള അവസരമുണ്ട്. പക്ഷേ UDF-ലേക്ക് വന്ന് UDF അധികാരത്തിൽ വന്ന വേറെ എന്തെങ്കിലും ഒരു പദവി, മാന്യമായ ക്യാബിനറ്റ് റാങ്കുള്ള പദവി അദ്ദേഹത്തിന് കൊടുത്തേക്കാം. എന്തായാലും കോട്ടയത്തെ ക്രൈസ്തവ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന നേതാവ് തന്നെയാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി BJP-ക്കൊപ്പം പോവുമോ അതോ UDF-നൊപ്പം പോകുമെന്ന് മാത്രമാണ് അറിയേണ്ടത്. എന്തായാലും ഇടതുമുന്നണിയായിട്ടുള്ള അവരുടെ ബന്ധം വളരെ തെറ്റിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു.